നമുക്ക് ഇതേപോലെ ഒരു അവക്കാഡോ ഐസ്ക്രീം ഉണ്ടാക്കി നോക്കിയാലോ. അതിന്റെ കൂടെ ഒരു ടെസ്റ്റ് കൂടി ഉണ്ട്, രണ്ടാമത്തെ ഒരു ഐസ്ക്രീം കൂടി ഉണ്ട്. അപ്പൊ ഫുൾ വീഡിയോ കാണണം, മറക്കല്ലേ. ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. ഇന്നത്തെ ഐസ്ക്രീമിന് വേണ്ട സാധനം അവക്കാഡോ. ഇതേപോലെ രണ്ടായിട്ട് മുറിച്ച് അതിൻ്റെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞ് 4 എണ്ണം കേട്ടോ നമുക്കൊന്നും വേണ്ടേ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഫ്ലഷ് എടുക്കുക. ഇതിൻ്റെ എങ്ങനെയാണ് ഈസി ആയിട്ട് എടുക്കുക എന്നുള്ളത് എൻ്റെ ഷോർട്സിൽ കിടപ്പുണ്ട് കേട്ടോ. അവിടെ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ടിപ്പ് കിട്ടും. പിന്നെ അത് അങ്ങോട്ട് മിക്സിയുടെ ജാറിലേക്ക് അങ്ങോട്ട് ഇട്ടേക്കാം. ഒരു നാരങ്ങ എടുത്ത് അത് അങ്ങോട്ട് ചിറ്റിച്ചേക്കാം. അതിന്റെ കുരു എടുത്ത് കളയുക. അതിന്റെ പകുതി നാരങ്ങ നീരണ്ട് ഒഴിച്ചേക്കാം. പഞ്ചസാര ഒരു 1/2 കപ്പ്, ക്രീം ഒരു 1/2 കപ്പ്, അതും ഇട്ട് അടച്ച് അങ്ങോട്ട് പേസ്റ്റ് അടിച്ചേക്കണം. നല്ല ക്രീമി സ്മൂത്ത് ആയിട്ട് ഒരു പേസ്റ്റ് ഈ കാണുന്ന മാതിരി അങ്ങനത്തെ സൈഡിലേക്കാണ് വെച്ചേക്കാം. ഒരു പാത്രത്തിലേക്ക് ക്രീം ഒഴിക്കുക. അത് ഹാൻഡ് ബ്ലഡറോ വിസ്കോ ഉപയോഗിച്ച് നന്നായിട്ട് അടിക്കുക. നന്നായിട്ട് അടിക്കാന്ന് പറഞ്ഞാൽ നല്ല ക്രീമിയായിട്ട് അടിക്കണം. നല്ല സ്റ്റിഫായിട്ട് പീക്ക് ലെവലിൽ അടിക്കരുത്. ഒരേ സ്റ്റേജ് കഴിയുന്ന വ്യത്യാസം പറഞ്ഞാണല്ലോ, അതേപോലെ ആവണം കേട്ടോ. ഇതേപോലെ നല്ല ഫുൾ ടൈറ്റ് നോക്കിയേ. ഇങ്ങനെ കമത്തി വെച്ചാൽ സാധനം അതിൻ്റെ ഉള്ളിൽ വിട്ടു പോരാൻ പാടില്ല. അതേപോലെ കഴിക്കണം. അപ്പോഴാണ് ആ സ്മൂത്ത്നെസ്സും സിൽക്കിനെസ്സും വരുള്ളൂ ഐസ്ക്രീമിന്. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു 300 ml കണ്ടൻസ് മിൽക്ക് അതങ്ങോട്ട് ചേർക്കാം. പിന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന സാധനം അവക്കാഡോ അതും ചേർക്കാം. അതും ചേർത്ത് അത് ഫോൾഡ് ചെയ്യാം. പതക്കനെ അത് നന്നായിട്ട് ആ ക്രീമും അവക്കാഡോ മിക്സും പിന്നെ നമ്മുടെ ഇതും കണ്ടൻസ് മിൽക്കും അതിൻ്റെ പകുതി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടയ്ക്കുക, റെഫ്രിജറേറ്റ് ചെയ്യുക. അടുത്തതിന് വേണ്ടിയിട്ട് നാളികേരം വേണം നമുക്ക്. നമ്മുടെ സ്വീറ്റൻ നാളികേരം അത് പകുതി നമ്മൾ മാറ്റി വെച്ചല്ലോ, അതിലേക്ക് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് അതേപോലെ തന്നെ ഫോൾഡ് ചെയ്യുക. അതും ഒരു കണ്ടെയ്നറിലേക്ക് അങ്ങോട്ട് മാറ്റാം. അതിൻ്റെ മുകളിലൊന്ന് വൃത്തിയാക്കാം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി നാളികേരോട് ഇട്ടേക്കാം. അത് കഴിഞ്ഞ് അടച്ച് അതും ഫ്രീസറിലണ്ട് വെച്ചേക്കണം. ഓവർനൈറ്റ് വെക്കുക. മിനിമം 6 to 8 മണിക്കൂർ വെക്കുക. അപ്പം നല്ലത് ഇതേപോലത്തെ ഐസ്ക്രീം അങ്ങോട്ട് കിട്ടും. നല്ല ക്രീമി ഐസ്ക്രീം. അതിന് നാളികേരം ടേസ്റ്റ് കേട്ടോ. നല്ല ക്രീമി ആ നാളികേരം. ഒരു വട്ടം തിന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തിന്നും. എല്ലാം കിട്ടുവായിട്ട് ഐസ്ക്രീമിന് വലിയ വൻ ഓരോ കടകളിൽ പോയി മേടിക്കണ്ട. സ്വന്തം വീട്ടില് ഒരു പ്രിസർവേറ്റീവ് ഇല്ലാണ്ടാണ് നമ്മൾ റെഡിയാക്കിയത്. ഇനി നമുക്ക് അവക്കൂടെ മാത്രം അതും ടേസ്റ്റ് നോക്കാം. മെൽറ്റ് ചെയ്ത് പോണം. പിന്നെ ഇത് മാത്രല്ലാട്ടാ, പണ്ട് ഞാനൊരു സ്നോന്റെ ഐസ്ക്രീം ഉണ്ടാക്കിയിരുന്നു. അതും എന്റെ ഇതിൽ എടുപ്പുണ്ട് കേട്ടോ. അപ്പൊ അതും ഒന്ന് ട്രൈ നോക്കണേ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.